വിശപ്പടക്കാൻ പോലും പണമില്ലാതെ സ്വന്തം നായയെ വരെ വിൽക്കേണ്ടി വന്ന ഒരാൾ പിന്നീട് എങ്ങനെ ഹോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി മാറി. ഇതാണ് റാംബോ എന്ന ക്യാരക്ടറിലൂടെ ലോകം കീഴടക്കിയ സിൽവസ്റ്റർ സ്റ്റലോണിന്റെ കഥ. It's all about dreams, and by the way, dreams cost nothing, they're free. The hard part is just keeping them going, and please keep them going, because I believed in a dream and our dreams come true, and there's no... And the Golden Globe goes to Sylvester Stallone. 1946 ജൂലൈ 6 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു സാധാരണ ആശുപത്രിയിലാണ് സ്റ്റാലോൺ ജനിക്കുന്നത്. ജനിച്ച നിമിഷം മുതൽ ജീവിതം അയാളോട് പോരാടുകയായിരുന്നു. ജനന സമയത്തുണ്ടായ ഒരു മെഡിക്കൽ പിഴവ് കാരണം അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു വശം തളർന്നുപോയി. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന രീതിയും മുഖഭാവവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. തന്റെ അധ്യാപകൻ പോലും വിചാരിച്ചു ജീവിതത്തിൽ ഇയാൾ ഒന്നും ആകാൻ പോകുന്നില്ല എന്ന്. പക്ഷെ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞപ്പോഴും സ്റ്റാലോൺ ഒരു വലിയ സ്വപ്നം കണ്ടിരുന്നു. ഒരു ദിവസം താൻ ലോകമറിയുന്ന ഒരു സിനിമാ നടനാകുമെന്ന്. അങ്ങനെ 1970-കളിൽ അദ്ദേഹം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. ഒരു വലിയ അവസരത്തിനായി കാത്തിരുന്നുവെങ്കിലും ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടി കരിയറിന്റെ തുടക്കത്തിൽ ഒരു അഡൽട്ട് ഫിലിമിൽ വരെ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നു. എന്നിട്ടും ദുരിതങ്ങൾ തീർന്നില്ല. കയ്യിൽ പണമില്ല, ജോലിയില്ല, വീട്ടുവാടക കൊടുക്കാൻ പോലും കഴിയില്ല. ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും വലിയൊരു ആഡംബരമായി മാറി. ഒടുവിൽ ദാരിദ്ര്യം സഹിക്കവയ്യാതെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഡ്കസ് എന്ന നായയെ വെറും $40 അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ ജീവിതം അദ്ദേഹത്തിനായി ഒരു വലിയ തിരിച്ചുവരവ് ഒരുക്കുന്നുണ്ടായിരുന്നു. 1975 ഒരു രാത്രി മുഹമ്മദ് അലിയുടെ ഒരു ബോക്സിംഗ് മാച്ച് അദ്ദേഹം ടിവിയിൽ കാണാനിടയായി. എല്ലാവരും തോക്കുമെന്ന് കരുതിയ ചക്ക് വെബ്നർ എന്ന ഒരു സാധാരണ ബോക്സർ ലോക ചാമ്പ്യനായ മുഹമ്മദ് അലിയെ അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് വെല്ലുവിളിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ ബോക്സിംഗ് മത്സരം സ്റ്റാലോണിന്റെ നെഞ്ചിൽ തട്ടി. കാരണം ആ ബോക്സറിൽ സ്റ്റാലോൺ കണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതമായിരുന്നു. എല്ലാവരും എഴുതി തള്ളിയിട്ടും ജീവിതത്തിൽ പോരാടുന്ന ഒരു മനുഷ്യനെ. ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥ ജനിച്ചു. അടുത്ത 3 ദിവസം ഉറക്കമില്ലാതെ ഇരുന്ന് അദ്ദേഹം ഒരു തിരക്കഥ എഴുതി തീർത്തു. അതായിരുന്നു റോക്കി. ഈ തിരക്കഥ വായിച്ച നിർമ്മാതാക്കൾ അത്ഭുതപ്പെട്ടു പോയി. കഥ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സ്റ്റാലോണിന് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. പക്ഷെ അവർക്കൊരു നിബന്ധനയുണ്ടായിരുന്നു. റോക്കി എന്ന പ്രധാന കഥാപാത്രമായി മറ്റേതെങ്കിലും പ്രശസ്ത നടൻ അഭിനയിക്കണമെന്ന്. ആ പണം കിട്ടിയിരുന്നെങ്കിൽ സ്റ്റാലോണിന്റെ എല്ലാ ദാരിദ്ര്യം മാറുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. റോക്കി ആകുന്നത് താൻ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഈ സിനിമയില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. വിശന്ന് മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ധീരമായ തീരുമാനമായിരുന്നു അത്. അദ്ദേഹം തന്റെ സ്വപ്നം പണത്തിന് വേണ്ടി വിറ്റില്ല. ഒടുവിൽ നിർമ്മാതാക്കൾ അതിന് സമ്മതിച്ചു. അങ്ങനെ 1976 റോക്കി തിയേറ്ററുകളിലേക്ക് എത്തി. പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ്. സിനിമ ലോകമെമ്പാടും സൂപ്പർ ഹിറ്റായി 3 ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് സിൽവസ്റ്റർ സ്റ്റാലോൺ ലോകമറിയുന്ന ഒരു താരമായി മാറി. ആദ്യ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം നടൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മികച്ച സംവിധായകൻ എന്ന നിലയിലും സ്റ്റാലോൺ ഹോളിവുഡിൽ തന്റെ മുദ്ര പതിപ്പിച്ചു. റോക്കി 2 ഉൾപ്പെടെ അതിന്റെ തുടർച്ചയായ വമ്പൻ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തു. അതോടെ ഹോളിവുഡിലെ ഏറ്റവും ഡിമാൻഡുള്ള സംവിധായകന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി. റോക്കിക്ക് പിന്നാലെ റാംബോ പോലുള്ള ഐക്കോണിക് കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ന് 80ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 400 മില്യന് മുകളിലാണ്. അതായത് 3700 കോടി രൂപയ്ക്ക് മുകളിൽ. ഒരിക്കൽ അവസരങ്ങൾക്ക് വേണ്ടി വാതിൽ മുട്ടി നടന്ന മനുഷ്യന്റെ മുന്നിൽ ഹോളിവുഡിന്റെ വലിയ വാതിലുകൾ തുറന്നിട്ടു. പക്ഷെ പിന്നീട് ജീവിതം മാറിയപ്പോഴും അദ്ദേഹം അന്വേഷിച്ചത് പണമോ പ്രശസ്തിയോ ആയിരുന്നില്ല. കഷ്ടകാലത്ത് തനിക്ക് നഷ്ടമായ ആ നായയായിരുന്നു. അതിനെ കണ്ടെത്തി അയാൾ തിരികെ വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തോറ്റു പോകുമ്പോൾ ഓർക്കുക, ജീവിതം നമ്മളെ പരീക്ഷിക്കുന്നത് തകർക്കാനല്ല, നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അന്ന് പണത്തിന് വേണ്ടി സ്റ്റാലോൺ തന്റെ സ്വപ്നം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് റോക്കി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകുമായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. See you on the next video.